ഹലോ ഗൈസ്, പുതിയ വീട്ടിലേക്ക് എല്ലാവർക്കും സ്വാഗതം. അപ്പോൾ നമ്മൾ ബോസ് വിളിച്ചുകൊണ്ട് പറഞ്ഞു നമ്മളെ കടലിൻ്റെ അടിയിൽ ഒരു കാറുണ്ട്, കേടുന്ന കാറ്. അത് നമ്മളോട് വേണം എടുത്ത് നന്നാക്കി എടുക്കാൻ നമ്മളോട് പറഞ്ഞു. നമുക്ക് നേരെ പോയോക്കാം. എന്താ അറിയില്ല, നമുക്ക് പോയൊക്കെ വെറുതെ പറയണമെന്നൊന്നും അറിയില്ല. നമുക്ക് നേരെയാണ് പോവാം. വണ്ടിയിലൊക്കെ കയറിയിരിക്കണ്. നമുക്ക് ഇനി പോയോക്കാം. അയ്യോ ഗൈസ്, അങ്ങനെ നമ്മൾ കടലിലെത്തി. നമുക്ക് ഇനി അടിക്ക് വണ്ടി എത്തി. അയ്യോ ഗൈസ്, അപ്പോൾ അതൊക്കെ എടുക്കുന്നത് കാർ തന്നെയല്ല ഗൈസ്, അത് കാർ തന്നെയാണ് ഗൈസ്. അപ്പോൾ ഇതാണ് തോന്നുന്നുണ്ട് പറഞ്ഞത്. നമുക്കൊന്ന് നോക്കാം. ഇതന്നെ നമുക്ക് മുകൾക്ക് കയറ്റാം. അയ്യോ ഗൈസ്, അപ്പോൾ നമ്മൾ കയറിയാണ് മുകൾക്ക് കയറ്റാൻ. നമുക്ക് നേരെ നമ്മൾ നന്നാക്കേണ്ട കടിക്ക് വന്നിട്ട് നന്നാക്കേണ്ട അടിപൊളിയാക്കി എടുക്കാൻ നമുക്ക് നേരെ അങ്ങോട്ട് പോവാം. അല്ല ഗൈസ്, അങ്ങനെ അവിടെ എത്തി. നമുക്ക് ഇവിടെ ആയിട്ട് നിർത്തിയിട്ടാണ് നമുക്ക് പോയി ചോദിച്ചോക്കാം. അതിൻ്റെ വിലയൊക്കെ ചോദിച്ചോക്കാം. കളറൊക്കെ സെറ്റ് ചെയ്ത് നന്നാക്കി എടുക്കാം. ഗൈസ്, നമ്മൾ വണ്ടിയിൽ നിന്ന് ഇറങ്ങിയാണ്. നേരെ അതിൻ്റെ ഉള്ളിലേക്ക് പോയി നോക്കാം. എന്നിട്ട് എന്താ പറയണമെന്ന് നോക്കാം. ഗൈസ്, നേരെ ഉള്ളിൽ പോവാം. അത് ഗൈസ്, അപ്പോൾ ഉള്ളിൽ നിന്ന് പറഞ്ഞത് കുറച്ച് നേരം വെയിറ്റ് ചെയ്യാം. നമുക്ക് കുറച്ച് അവിടെ പോയിക്കാം. വെയിറ്റ് ചെയ്തിട്ട് അപ്പോൾ എല്ലാം ശരിയാക്കി തരാറുണ്ട്. അപ്പോൾ വിലയൊക്കെ സെറ്റിൽമെൻറ്റ് ചെയ്തേക്കണ് ഗൈസ്. അപ്പോൾ നമ്മളെ വിളിച്ച് നമുക്ക് ഇനി നേരെ പോയി നോക്കാം. വണ്ടി എങ്ങനെ ആയിക്കണു ഗൈസ്, പോയി നോക്കാം. ഹലോ ഗൈസ്, അപ്പോൾ വണ്ടി ഇത് അടിപൊളിയാക്കിക്കണേ. പച്ചയാണ് അടിച്ചിരിക്കുന്നത്. നല്ല രസമാണ് ഇപ്പോൾ വണ്ടി കാണാൻ. ഗൈസ് കണ്ട നല്ല അടിപൊളിയില്ല. ഗൈസ്, നമുക്ക് ഇനി കയറിയാണ് നേരെ വീട്ടിൽ പോവാം. ഗൈസ്, നമുക്ക് ഇനി നേരെ വീട്ടിൽ പോവാം. ഗൈസ്, അങ്ങനെ വീട്ടിലെത്തി. നമുക്ക് ഇനി ഇവിടെ ആയിട്ട് നിർത്താം. കുറച്ച് മുന്നിൽ കേട്ട് ഗൈസ്, ഇവിടെ നിർത്തിയാണ് നമുക്ക് വീട്ടിൻ്റെ ഉള്ളിൽ പോവാം. ഗൈസ്, അപ്പോൾ നിങ്ങൾക്ക് ഈ കാർ ഇഷ്ടപ്പെട്ടെങ്കിൽ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക. അപ്പോൾ ഗൈസ്, നമുക്ക് ഉള്ളിൽ കയറാം. ഗൈസ്, അപ്പോൾ ഇനി നമുക്ക് കുറച്ച് കഴിഞ്ഞിട്ട് കാണാം. ഹലോ ഗൈസ്, അപ്പോൾ കുറച്ച് കഴിഞ്ഞപ്പോൾ നമ്മളെ മുഖ്യമന്ത്രി നമുക്ക് കുറച്ച് പാവപ്പെട്ടവർക്ക് വീട് കൊടുക്കാനില്ല. അതൊന്ന് വിളിച്ചെന്താ കൊടുക്കാതെ വെച്ച് കഴിഞ്ഞാൽ മറന്നു കഴിഞ്ഞു. അപ്പോൾ മുഖ്യമന്ത്രി ഒരു സ്റ്റാഫിനെ അങ്ങോട്ട് വിടുക. ഓല് കുറച്ച് ആൾക്കാരെ കൊടുത്തു. നമ്മളൊന്ന് പോയോക്കാനാണ് പറഞ്ഞത്. നമുക്ക് തന്നതല്ലേ. അപ്പോൾ എന്തായാലും നമുക്കൊന്ന് പോയോക്കാം. അവിടെ സ്റ്റാഫുണ്ട് മുഖ്യമന്ത്രിൻ്റെ. ഓല് കുറച്ച് ആൾക്കാരെ കൊടുത്തു. ഓൽക്ക് വീട് കൊടുക്കാനാണ് പറഞ്ഞത്. നമുക്കൊന്ന് പോയി വരാം. പക്ഷെ നമുക്ക് നേരെ അങ്ങോട്ട് പോവാം. അല്ല ഗൈസ്, അങ്ങനെ അവിടെ എത്തിക്കണം. ഇവിടെ ഒന്നും കാണില്ല. നമുക്ക് വണ്ടി ഇതിൻ്റെ ഉള്ളിലേക്കായിട്ട് വെക്കാം. എന്നിട്ട് നമുക്ക് നോക്കാം ഇറങ്ങിക്കാണ്ട് ഇവിടെ ഉള്ളെങ്കിലും ഉണ്ടാവേക്കാം. നമുക്ക് ഇവിടെ വണ്ടി പാർക്ക് ചെയ്യാൻ പാടില്ല. കുറച്ചുകൂടെ മുന്നോട്ട് പോയിക്കോട്ടെ, അവിടെ വണ്ടി വെക്കാം. വണ്ടി ഇവിടെ നിർത്തിക്കണം. നമ്മൾ വണ്ടിയിൽ നിന്ന് ഇറങ്ങി കഴിഞ്ഞ് ഇവിടെ എവിടെയെങ്കിലും നോക്കണുണ്ടാന്ന്. ഇവിടെ ഒന്നും കാണുന്നില്ല. നമുക്ക് ഇനി അങ്ങോട്ട് പോയി നോക്കാം. എവിടെയെങ്കിലും ഉണ്ടാവാൻ പേരൻ്റെ ബാക്കിൽ എവിടെ ഉണ്ടാവും. ഇവിടെ എവിടെയെങ്കിലും ഉണ്ടാവുമോ? ഹലോ ഗൈസ്, അപ്പോൾ അവിടെ ദൂരെ കാണുന്നത്. നമുക്ക് ഓലോട് ചോദിച്ചു നോക്കാം ഇതാണോന്ന്. ഞാൻ തന്നെയാണ്. അപ്പം ഞാൻ വീട് കൊടുക്കുകയാണ്. പാവപ്പെട്ടവർക്കൊക്കെ സമ്മതമല്ല. അതിനെന്താ, പറഞ്ഞല്ലേ കൊടുത്തോളി. ഞാൻ എന്നാ പോട്ടെ. എന്നാ പോയിക്കോളും. മന്ത്രി എന്നോട് പറഞ്ഞു ഈ പാവപ്പെട്ടവർക്കൊക്കെ വീട് കൊടുക്കാനാണ്. ഹലോ ഗൈസ്, അപ്പോൾ നമ്മളോട് പറഞ്ഞത് എന്ന് പറഞ്ഞാൽ മുഖ്യമന്ത്രിയുടെ സ്റ്റാഫാണ്. അപ്പം നമ്മളോട് പറഞ്ഞു വെച്ചാൽ ഈ വീട് കൊടുക്കുകയാണെന്ന് പറഞ്ഞു പാവപ്പെട്ടവർക്കൊക്കെ. ഓല് കൊടുത്തിങ്ങനെ കുറച്ച് പാവപ്പെട്ടോല ഓൽക്ക് കൊടുക്കുകയാണെന്ന് പറഞ്ഞു. നമുക്ക് നേരെ നമുക്ക് വീട്ടിൽ ഓല് കൊടുത്തോളൂ. നമുക്കൊന്നും അറിയണ്ട. നമുക്ക് അതേ ഗൈസ്, അങ്ങനെ നമ്മളെ വീട്ടിലെത്തിക്കണേ. ഓല് ഇതായിക്കോളൂന്നാ പറഞ്ഞു. നമ്മളൊന്നും അറിയണ്ട. നമുക്ക് വീട് തന്നു. മുഖ്യമന്ത്രി കൊടുക്കാത്തതുകൊണ്ട് ഒരാളെ കൊടുന്ന് അടൂല് കൊടുത്ത്. അപ്പോൾ ഓല് തന്നു, ഓല് തന്നെ കൊടുത്തുള്ളൂ ഗൈസ്. അപ്പോൾ വീഡിയോ എത്രേ ഉള്ളൂ. അപ്പോൾ നിങ്ങൾക്ക് വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക ഗൈസ്. അതായത് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യുക. അടുത്ത നല്ല വീഡിയോ കാണാം. ബൈ.